ബിജെപിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ന്യൂസ് 18 ആണ് നേരത്തെ പുറത്തുവിട്ടത്. തട്ടിപ്പിൽ 3 നേതാക്കളെ പുറത്താക്കിക്കൊണ്ടുള്ള സർക്കുലർ ബിജെപി ഇറക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന MP, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ എന്നിവരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും ഇവരെ നീക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റേതാണ് ഈ നടപടി. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു നടപടി എടുത്തിട്ടുള്ളത്. BJP നേതൃത്വം രഹസ്യമാക്കി വെച്ചിരുന്ന കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. VV അരുൺ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, നമ്മൾ നേരത്തെ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. വലിയ ഫണ്ട് തട്ടിപ്പാണ് BJPയിൽ നടന്നിട്ടുള്ളത്. അവിടെ കൊടിയുടെ പേരിൽ മാത്രം, അതായത് ദേശീയ നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയുടെ പേരിൽ മാത്രം 1 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, കണക്ക് കാണിച്ചിട്ടുണ്ട് എന്ന വിവരമടക്കം ഇപ്പോഴിതാ ഈ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണല്ലോ അരുൺ. തീർച്ചയായിട്ടും BJPയിൽ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതാണ് ഈ ആരോപണങ്ങൾ. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്ന കണ്ടെത്തലാണ് BJPയുടെ ഓഡിറ്റ് സംഘം പുറത്തുവിട്ടുന്നത്. അതായത് ആദ്യം ഇത് BJPയുടെ സംസ്ഥാന ട്രഷറർ പരിശോധിക്കുമ്പോഴാണ് കൊടിയുടെ പേരിലടക്കം വലിയ ക്രമക്കേട് കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് 3 പേർക്കെതിരെ നടപടി. 1.5 കോടി രൂപ അടിയന്തരമായി തിരിച്ചടയ്ക്കാനാണ് അഞ്ജനയോട് BJP നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയാണ് തിരുവനന്തപുരത്തെ നേതാവായ അഞ്ജന. ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് തീരുമാനം. ഏതായാലും ഈ 3 പേരെയും, രാജീവിനെയും അഞ്ജനയും ഉൾപ്പെടെ 3 പേരെയും ഇതിനകം പാർട്ടിയുടെ എല്ലാ സംഘടനാ ചുമതലകൾ നീക്കിക്കൊണ്ടുള്ള ഉത്തരവാണ്, കത്താണ് 7-ാം തീയതി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒപ്പിട്ടത്. ഏതായാലും ആ കത്ത് സംബന്ധിച്ച് വിവാദങ്ങളുണ്ട്. ആ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ BJPയിൽ വലിയ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കത്ത് വ്യാജമെന്ന് BJP അവകാശപ്പെട്ടിരുന്നു. ആ കത്തിൽ ചില പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്ന ഈ കത്ത് യഥാർത്ഥ കത്താണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറുള്ള കത്താണ്. അതായത് നടപടി എടുത്തിരിക്കുന്നു BJP. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാർത്താക്കുറിപ്പ് വന്നത് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണങ്ങൾ പൂർണ്ണമായും കളവാണ്, അത്തരമൊരു പ്രശ്നം BJPയിലില്ല. BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി S സുരേഷ് ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, ഇതെല്ലാം മാധ്യമങ്ങളുടെ കഥകളാണ്, കെട്ടിച്ചമച്ച കഥകളാണ്. BJPയുടെ വലിയ വിജയത്തിന് തിളക്കം കുറയ്ക്കാനുള്ള സംഘടിത ഗൂഢാലോചനയെന്ന വിമർശനം BJP നേതാക്കൾ ഉന്നയിക്കുമ്പോൾ ഈ 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് എന്തിനെന്ന് വ്യക്തമാക്കാൻ BJP തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരു വിചിത്ര വാദം മുന്നോട്ട് വച്ചു. BJPയിലെ സംഘടനാ നടപടി തീർത്തും പാർട്ടി കാര്യമാണ്. തീർച്ചയായും പാർട്ടിയുടെ കാര്യം തന്നെയാണ് സംഘടനാ നടപടി. പക്ഷേ അതിൽ മാധ്യമങ്ങൾക്കോ പൊതുസമൂഹത്തിനോ ഒരു പങ്കുമില്ല എന്നാണ് BJP പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ഇത് തീർത്തും BJPയുടെ ആഭ്യന്തര കാര്യമാണ്. ആ നടപടിയുടെ കാര്യത്തിൽ ഇടപെടാൻ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ അതറിയാൻ മാധ്യമങ്ങൾക്കും പൊതുജനത്തിനും അർഹതയില്ല എന്ന ഒരു വാദം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ജനങ്ങളുടെ കൂടി അതെങ്ങനെയാണ് അരുൺ നിലനിൽക്കുന്നത്? അതായത് ഇന്ത്യയിലെ ചട്ടങ്ങളൊക്കെ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് 3 പേർ ജനപ്രതിനിധികളായി നമ്മുടെ നിയമസഭയിൽ ഇപ്പോൾ ഉണ്ട്. അവർ വോട്ട് തേടിയെത്തുന്നത് നമ്മുടെ ഇടയിലേക്കാണ്. ഇവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറയുന്നത് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമൊന്നുമല്ല, ജനങ്ങളിൽ നിന്നടക്കമുള്ള പിരിവുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ്. സംഘടനകൾ, സ്ഥാപനങ്ങൾ ഒക്കെ പിരിവുകൾ നടത്തിക്കൊണ്ടാണ്. അതിനൊക്കെ അപ്പുറത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതേ BJP തന്നെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ വിഷയങ്ങളിൽ എത്രയോ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങളുടെ നേതാക്കൾ തട്ടിപ്പ് നടത്തിയാൽ അത് ഞങ്ങൾ മാത്രം തീരുമാനിച്ചു കൊള്ളാം, മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയായി നൽകേണ്ടതില്ല എന്ന വിചിത്രവാദം അത് എങ്ങനെ നിലനിൽക്കും അരുൺ? തീർച്ചയായിട്ടും അതുതന്നെയാണ് അതിലെ പ്രശ്നവും. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏതാണ്ട് 3-4 ദിവസമായി ഇത്തരം വാർത്തകൾ വരുമ്പോൾ പൂർണ്ണ മൗനത്തിലായിരുന്നു BJPയുടെ നേതൃത്വം. ഇന്നലെ അവർക്ക് ഒരു കച്ചിത്തുരുമ്പ് ഇതിൽ പ്രതികരിക്കാൻ കിട്ടിയത് ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഇന്നലെ ഒരു കത്ത് പുറത്തുവിട്ടിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേര്. അതിൽ അക്ഷരപ്പിശകുകൾ ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് പോലും തെറ്റായി രേഖപ്പെടുത്തിയ ഒരു കത്ത്, അത് വ്യാജമെന്ന് പറഞ്ഞുകൊണ്ടാണ്, സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ BJP ഇടപെട്ടത്. അതായത് അതിനൊപ്പം തന്നെ ഇത്തരം വാർത്തകളെ അവർ
തള്ളിപ്പറയുകയും ചെയ്തു. അതിനൊടുവിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാർത്താക്കുറിപ്പിലെ വരികൾ ഇങ്ങനെയാണ്: ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ പലവിധ അച്ചടക്ക നടപടികൾ സാധാരണമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന ഒന്നല്ല. ഇത്തരം വിഷയങ്ങൾ കൃത്യതയോടെ പരിഹരിക്കാൻ കെൽപ്പുള്ള നേതൃത്വവും അണികളുമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് പ്രശ്നം ഇല്ല എന്ന മുകളിൽ ഒരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് വിവാദമില്ല എന്ന് പറയുന്ന അതേ കത്തിൽ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുകയാണ് അങ്ങനെ നടപടി ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നുള്ളത്. ഏതായാലും മറ്റു വഴികളില്ലാതെയാണ് ഇത്തരം നടപടിക്ക് BJP നിർബന്ധിതമായത്. അതിനുശേഷം ഈ കത്ത് പരമാവധി ഇതിപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ ഇത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം, ഞങ്ങളുടെ മാത്രം ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് BJP ഇതിന് പ്രതിരോധം തീർക്കുന്നുണ്ട്. ഒപ്പം ന്യൂസ് 18-ന്റെയും അരുണിന്റെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും വലിയ തോതിൽ BJPയുടെ ഹാൻഡിലുകൾ നമ്മൾ തെറ്റായ വാർത്തയാണ് നൽകുന്നത്, മറ്റു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണം കൂടി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു സാങ്കേതികത്വത്തിൽ പിടിച്ചുള്ള ഒരു വിമർശനമാണ്. ഇന്നലെ നമ്മൾ വാർത്ത ആദ്യം നൽകിയത് നമുക്ക് ലഭിച്ച വിവരവും BJP തന്നെ ലഭിക്കുന്ന വിവരമാണെന്ന് ഉള്ള സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച വിവരം ഈ പണവുമായി, അതായത് കയ്യിൽ നോട്ടുകെട്ടുകളുമായി ഒരു സെൽഫി ഇട്ട ആ യുവാവ് അദ്ദേഹം ABVPയുടെ നേതാവ് എന്ന തരത്തിലാണ് നമുക്ക് വിവരം ലഭിച്ചത്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ അതിൽ തന്നെ ചില തെറ്റുകളൊന്നും വേണമെങ്കിൽ പറയാം. അയാൾ ഇപ്പോൾ ABVPയുടെ നേതാവോ പ്രവർത്തകനോ അല്ല. അയാൾ നേരത്തെ ABVP നേതാവായിരുന്നു, ABVPയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നിരന്തരം BJP ഓഫീസുകളിൽ വരാറുള്ള, അവിടെ BJPയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൽ പണിയെടുത്തിരുന്ന, ഒരുപക്ഷെ ഈ പണവുമായി പോകുമ്പോൾ എന്തിനാ അയാൾ പോയി ചോദിക്കും, സ്വാഭാവികമായും ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഈ നമ്മൾ ഇന്നലെ വാർത്തയിൽ പറഞ്ഞ സിദ്ധാർത്ഥ്. ഒരു ചെറിയ സാങ്കേതികത്വം അവിടെ ABVP അതിൽ ആരോപിക്കുന്നു. ഇത്തരത്തിൽ ചിത്രങ്ങളിലൂടെ എതിർപ്രചരണം നടത്തുന്നതും അയാൾ ഇപ്പോൾ BJP അല്ല എന്നുള്ളതാണ്. പക്ഷേ അതുപോലും ചോദിച്ചതുകൊണ്ട് ഇന്നലെ ABVPയുടെ മുൻ നേതാവ്, യുവമോർച്ചയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഇന്നലെ ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പിട്ടു. ഇയാൾ മുൻ ABVP നേതാവ് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഭാരവാഹിത്വമില്ല. അതായത് ആ വാർത്തയിൽ പിശകല്ല, ചെറിയ സാങ്കേതികത്വ പ്രശ്നമുണ്ട്. പക്ഷേ ആ സാങ്കേതികത്വം പിടിച്ചുകൊണ്ട് ഈ വലിയൊരു തട്ടിപ്പിനെ കുടപിടിക്കുകയാണ് ഇത്തരം സംഘടനകളും ചെയ്യുന്നത് കൂടി പറയേണ്ടി വരും. BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആഭ്യന്തര കാര്യമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ സംശയ നിഴലിലാണ്. 1-2 രൂപയല്ല, കോടിക്കണക്കിന് രൂപയാണ് ക്രമക്കേട് നടന്നതായി BJPയുടെ തന്നെ പരിശോധന വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. RSS വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു, കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പലവിധ ന്യായീകരണങ്ങളുമായി BJP മറ്റ് സംഘപരിവാർ സംഘടനകളും രംഗത്ത് വരുന്നത്. ജനങ്ങളോട് BJP സംസ്ഥാന അധ്യക്ഷൻ എന്ത് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട്, മാധ്യമങ്ങളെ വേണമെങ്കിൽ മാറ്റി നിർത്താം, പൊതുജനങ്ങളോട് അത് വിശദീകരിക്കേണ്ട ബാധ്യത BJPക്കുണ്ട്. കാരണം അഭ്യാസ് സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന BJP ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി ജനങ്ങളിൽ നിന്ന് കൂടി ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാഭാവികമായി അവർ ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് മാധ്യമങ്ങളുടെ ഗൂഢാലോചനയെന്നും അല്ലെങ്കിൽ BJPയുടെ വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കാനുള്ള ആസൂത്ര നീക്കമെന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കാം. പക്ഷേ ഇതിൽ കൃത്യമായ വിശദീകരണത്തിന് BJP നേതൃത്വം ബാധ്യസ്ഥമാണ്. അഭിലാഷ്, അതാണ് തെരഞ്ഞെടുപ്പ് കാലത്തടക്കം BJPയുടെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുകയും സംഘടനയുടെ കെട്ടുറപ്പും ബലവും ഒക്കെ വിളിച്ചോദിക്കൊണ്ട് വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി. ആ പാർട്ടിക്കകത്ത് ജീർണതയുണ്ടാകുമ്പോൾ അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം, അതൊന്നും നിങ്ങളെ അറിയിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അഞ്ജന MP ഉണ്ടോ? സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ പാങ്ങപ്പാറ രാജീവ് പ്രവർത്തിക്കുന്നുണ്ടോ? തിരുവനന്തപുരം മേഖലാ സെക്രട്ടറിയായി പള്ളിപ്പുറം വിജയകുമാർ ഉണ്ടോ? അവരെ എന്തിനാണ് പുറത്താക്കിയത്? സാമൂഹിക പ്രതിബദ്ധതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ആണ് സംഭവിച്ചത്, പാർട്ടിക്കകത്ത് എന്താണ് നടന്നത് എന്നതൊക്കെ പറയാനുള്ള സാമാന്യമായ ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ BJPക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.